ഇന്ന് പന്തളത്ത് വീടിന് മുകളിലേക്ക് നിയന്ത്രണം വിട്ട ഒരു ലോറി മറിഞ്ഞ് അപകടമുണ്ടായി. വീട്ടിലുണ്ടായിരുന്ന 4 പേർക്ക് പരിക്കേറ്റു. അത് പരിക്കിത്തിരി ഗുരുതരമാണെന്നും അറിയുന്നു. ലോറി ഡ്രൈവർക്കും ക്ലീനർക്കും പരിക്കേറ്റിട്ടുണ്ട്. ശ്രീജിത്ത് ശ്രീകുമാരൻ നമുക്കൊപ്പം തത്സമയം ചേരുന്നു ടെലിഫോണിൽ. ശ്രീജിത്ത്, ഗുഡ് മോർണിംഗ്. എപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്? എനിക്ക് തോന്നുന്നു കുഴിയിലിരുന്ന വീടിൻ്റെ മുകളിലേക്ക് ലോറി മറിയുകയായിരുന്നോ? SKM വഴിയരികിലെ വീടാണ് ഇത്. പ്രധാനമായും അപകടം നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട മേഖല തന്നെയാണ് കുരമ്പാല. ആ പ്രദേശത്ത് വീടിന് മുകളിലേക്ക് കാലിത്തീറ്റയുമായി പോയ ലോറിയാണ് എന്നാണ് പോലീസ് പറയുന്നത്. തിരുവനന്തപുരം ഭാഗത്തേക്കാണ് ആ കാലിത്തീറ്റയുമായി ലോറി പോയിരുന്നത്. എന്തായാലും ആ ലോറി അങ്ങോട്ട് നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു. അതിനുശേഷമാണ് വലിയൊരു അപകടം ഉണ്ടായത്. ഈ വീട് പൂർണ്ണമായി തകർന്നിട്ടുണ്ട്. അരമണിക്കൂർ ശേഷമാണ് ആളുകളെ പൂർണ്ണമായ ദൃശ്യങ്ങളൊക്കെ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അവിടെ നിന്ന് ഫയർഫോഴ്സ് എത്തിയാണ് ആളുകളെ അവിടെ നിന്ന് രക്ഷിക്കുന്നത്. വീട് പൊളിച്ച് വീടിന്റെ മതിലെല്ലാം ഇടിഞ്ഞു വീണിരുന്നു. ആ പ്രദേശത്ത് വീട് പൊളിച്ചാണ് ആളുകളെ രക്ഷപ്പെടുന്നത്. 4 പേർ, മീര അടക്കം ഉള്ള 4 പേരെയാണ് ഏറ്റവും ഒടുവിൽ രക്ഷിച്ചിരിക്കുന്നത്. ഈ ലോറി ഡ്രൈവർക്കും ക്ലീനർക്കും പരിക്കുണ്ട്. പ്രദേശവാസിയുടെ പ്രതികരണം അടക്കം നമുക്ക് ലഭ്യമായിട്ടുണ്ട്. 5:45 കൂടിയാണ് അപകടം നടന്നത്. എന്തായാലും ഡ്രൈവർ ഉറങ്ങിപ്പോയതാകാം അപകട കാരണമെന്നൊരു പ്രാഥമിക നിഗമനമാണ് പോലീസ് ഇപ്പോൾ നടത്തുന്നത്. കാലിന് ഇതിലെ കുട്ടികൾക്ക് 4 പേരിൽ കുട്ടികളുണ്ട്. കാലിന് പരിക്കുണ്ട് എന്നാണ് ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കുന്നത്. ചില ആളുകൾക്ക് തലയ്ക്ക് പരിക്കുണ്ട്. അത് ലോറി ഡ്രൈവർക്കും ക്ലീനർക്കും തലയ്ക്ക് സാരമായ രീതിയിൽ തന്നെ പരിക്ക് സംഭവിച്ചിട്ടുണ്ട്. ഈ വീട് പൂർണ്ണമായി തകർന്നിട്ടുമുണ്ട്. ഓക്കെ, ശ്രീജിത്ത് ശ്രീകുമാരനാണ് വിവരങ്ങൾ നൽകിയത്. പന്തളം കുരമ്പാലയിൽ വാഹനാപകടം ഉണ്ടായി.